ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാ ഹിന്ദുധർമ്മ വിശ്വാസികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഷോഡശ കർമ്മങ്ങളിൽ സീമന്തോന്നയനം എന്ന ചടങ്ങിനെക്കുറിച്ചായിരുന്നു. ഒരു കുട്ടി അമ്മയുടെ ഗർഭത്തിൽ ഉത്ഭവിക്കുന്ന സമയം മുതൽ ആ വ്യക്തിയുടെ മരണാനന്തര ചടങ്ങ് വരെ 16 തലങ്ങൾ കടന്നു പോകണമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇതിന് പറയുന്ന പേരാണ് ഷോഡശ കർമ്മങ്ങൾ. അതിൽ സീമന്തോന്നയനം എന്ന ചടങ്ങിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ജാതകർമ്മത്തെക്കുറിച്ചാണ്. അതായത് ജാതകർമ്മം എങ്ങനെ നിർവഹിക്കണം എന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ, പ്രത്യേകിച്ച് ദയവായി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഷെയർ ചെയ്ത് ഈ സന്ദേശം പരമാവധി എല്ലാ ഹിന്ദുക്കളിലും എത്തിക്കുവാൻ. കാരണം അവരിത് ആചരിക്കണം. കാരണം അറിയാതെ ആചരിക്കാതിരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഈ കാര്യങ്ങൾ അറിയുന്നതും ആചരിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ഇത് ശ്രദ്ധയിൽ വെക്കണം. ഇനി പറയുന്നത് ജാതകർമ്മമാണ്. ഒരു കുട്ടി ജനിച്ചാൽ 90 നാഴികയ്ക്കുള്ളിൽ ജാതകർമ്മം നിർവഹിക്കണം എന്നാണ് വിധി. ഇവിടെ ആ ജാതകർമ്മത്തിൻ്റെ ക്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗണപതി നിവേദിച്ച് മംഗളപ്രാർത്ഥനകളെല്ലാം നമ്മൾ നടത്തി കുട്ടിയെ പിതാവ് മടിയിൽ കിടത്തി തേന്, നെയ്യ് ഇവ ചേർത്തരച്ച വയമ്പ് സ്വർണവും ചേർത്ത് പ്രണവം തൊട്ടി ജപിച്ച് ഓം എന്നെഴുതും വിധം കുട്ടിയുടെ നാവിൽ നൽകണം. അതുപോലെ തന്നെ ശിശുവിനെ തോളിൽ കൈവച്ച് 3 പ്രാവശ്യം നാമത്തെ സ്മരിച്ച് ആഹ്റാണിപ്പിക്കണം. ഇതിൽ സങ്കല്പം അസ്യ കുമാരസ്യ, പെൺകുട്ടികളാണെങ്കിൽ കുമാര്യ, ഗർഭാംപുപാന ജനിത സകല ദോഷ നിപർഹണദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം ജാത കർമാഖ്യ കർമ്മം കരിഷ്യേ എന്ന് സങ്കല്പം ചൊല്ലിയതിന് ശേഷം ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണം. അസ്മാത് ഭവ പരശുർഭവ ഹിരണ്യമസൃതം ഭവ ആത്മാനേവ പുത്രനാമാസേ സജീവ ശരദാംശതം എന്ന് അനുഗ്രഹ മന്ത്രം ജപിച്ചതിന് ശേഷം ഗണപതി വിടർത്തണം. ഞാൻ മുമ്പ് പറഞ്ഞ 4 സംസ്കാരങ്ങൾ, അതായത് ഗർഭാധാനം, സീമന്തോന്നയനം, പുംസവനം, ഈ ജാതകർമ്മം, ഇത് 4ഉം നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിൽ ജാതകർമ്മം ഒഴികെ ബാക്കി 3 കർമ്മങ്ങളും യഥാവിധി നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ 4 പേരെ ഇരുത്തി അവർക്ക് ഈ അന്നദാനം നിർവഹിച്ച് അവർക്ക് ഗോദാനവും ചെയ്ത് ഈ ചടങ്ങിൻ്റെ ആ പിഴ മാറ്റേണ്ടതാണെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ദമ്പതികൾക്ക് അതുപോലെ ശിശുവിനും പുണ്യാഹം തളിച്ച് അനന്തരം നാമകരണമൊക്കെ നിർവഹിച്ച് ഇവിടെ 11 ദിവസങ്ങളിൽ 11, 12 ദിവസങ്ങളിൽ നാമകരണം നടത്തും. ചിലർ 28 കെട്ടിനോടനുബന്ധമായിട്ടാണ് പൊതുവെ ആധുനിക കാലഘട്ടത്തിൽ നാമകരണം നടത്തുക. അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്തേ.